നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രജീഷ്. ഇന്ന് തുലാമാസത്തിലെ ആയില്യം. മണ്ണാറശാല, അതായത് മണ്ണാറശാലയായ കഥ ആണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. സന്താനമില്ലാത്തതിന്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായിരുന്ന വസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി ഇവർ ഭഗവാനായ സർപ്പരാജാവിനെ പൂജിച്ചുകൊണ്ട് കാലം കഴിച്ചു. ഈ സമയത്താണ് നാഗരാജാവിന്റെ അധിവാസത്തിനുള്ള ചുറ്റുമുള്ള വനത്തിൽ അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടായത്. കാട്ടുതീ ആ കൊടുങ്കാട്ടിൽ കത്തിപ്പടർന്നു. സകലതും നശിക്കുന്ന അന്തരീക്ഷം. അഗ്നിയിൽ സർപ്പങ്ങൾ വീർപ്പുമുട്ടി ജീവന് വേണ്ടി കേണു. ആ കാഴ്ച കണ്ട് ദമ്പതികൾ പരിഭ്രമിച്ചു. തങ്ങളുടെ മുന്നിലേക്ക് ഇഴഞ്ഞു വന്ന സർപ്പങ്ങളെ അവർ പരിചരിച്ചു. രാമച്ച വിശറി കൊണ്ട് വീശി തേനും എണ്ണയും കലർത്തിയ നെയ്യും കൊണ്ട് അഭിഷേകം ചെയ്തു. സർപ്പങ്ങളെ ആശ്വസിപ്പിച്ചു. അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട അരയാൽ വൃക്ഷങ്ങളുടെ ചുവടുകളിലും പേരാൽ തറകളിലും ആൽമരങ്ങളുടെ പോടുകളിലും സർപ്പങ്ങളെ ഇരുത്തി സിദ്ധ മന്ത്രങ്ങളാൽ ജപിച്ച് ദിവ്യൌഷധങ്ങൾ പ്രയോഗിച്ച് സർപ്പങ്ങളുടെ വ്രണങ്ങൾ ഉണക്കി പഞ്ചഗവ്യാദി തീർത്ഥങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു. കമുകിൻ പൂക്കുലകൾ, സുഗന്ധ പുഷ്പങ്ങൾ, ജലഗന്ധ ധൂപ കുസുമാദികളോടു കൂടിയുള്ള പൂജകൾ നടത്തി. നെയ് ചേർത്ത നിവേദ്യം, പാൽപായസം, അരവണ, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കരിക്കിൻ വെള്ളം, കദളിപ്പഴം, നെയ്യ്, പശുവിൻ പാല് എന്നിവ കലർത്തിയ നൂറും പാലും സർപ്പദേവകളുടെ മുന്നിൽ സമർപ്പിച്ചു. ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി. കാട്ടുതീ അണഞ്ഞു. മണ്ണാറശാലയായി. സർപ്പങ്ങൾക്ക് അഭയം ലഭിച്ച പുണ്യസ്ഥലമായി. മന്ദാരത്തുരുത്തുകൾ നിറഞ്ഞ ശാല മണ്ണാറശാലയായെന്നും ഒരു വിശ്വാസമുണ്ട്. ശ്രീദേവി അന്തർജനം ഇരട്ട പെറ്റു. 5 തലയുള്ള സർപ്പശിശുവും ഒരു മനുഷ്യ ശിശുവും. സഹോദരങ്ങൾ ഒന്നിച്ചു വളർന്നു. മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു. സത്വസിദ്ധരായ സർപ്പരൂപത്തിൽ തനിക്ക് ഇല്ലത്ത് സഞ്ചരിക്കുവാൻ കഴിയില്ലെന്ന് മാതാവിനോട് അപേക്ഷിച്ച നാഗരാജാവ് ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നീങ്ങി. അതാണ് ഇന്ന് കാണുന്ന നിലവറ. ഇവിടെ സർപ്പരാജാവ് ചിരഞ്ജീവിയായി വാഴുന്നു എന്നാണ് തലമുറകൾ വിശ്വസിക്കുന്നത്. നിലവറയിൽ വാണരുളുന്ന നാഗരാജാവിനെ ഇല്ലത്തുള്ളവർ മുത്തച്ഛനെന്നും അപ്പൂപ്പനെന്നും വിളിക്കുന്നു. നിലവറയിൽ വാഴുന്ന മുത്തച്ഛനെ വർഷത്തിലൊരിക്കൽ നേരിട്ട് കാണാൻ മാതാവിന് അവസരം നൽകാൻ അതുണ്ടാക്കിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്നും ആയില്യനാൾ അമ്മ ഇവിടെ പൂജ നടത്തുന്നത്. ക്ഷേത്രപൂജയ്ക്കുള്ള അനുമതിയും അമ്മയ്ക്ക് കിട്ടുന്നത് മുത്തച്ഛനിൽ നിന്നാണ് വിശ്വാസം. അന്നു മുതൽ ക്ഷേത്ര പൂജാരിണിയായി വലിയമ്മ തുടരുന്നു. മണ്ണാറശാല എന്ന മറ്റൊരു ഐതിഹ്യവും ഉണ്ട്. മറ്റൊരു ഐതിഹ്യം കേരളോൽപത്തി കഥയുമായി ബന്ധപ്പെട്ടവയാണ്. പരശുരാമൻ കേരളം സൃഷ്ടിച്ച ശേഷം പരദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്നു പാർപ്പിച്ചു. സർപ്പങ്ങൾ നിറഞ്ഞിരുന്നതിനാലും ഉപ്പുരസം അധികമായി ഉള്ളതിനാലും മനുഷ്യവാസം അസാധ്യമായി. ശിവന്റെ നിർദ്ദേശപ്രകാരം സർപ്പരാജാവായ വാസുകി പരശുരാമൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. വാസുകിയുടെ നിർദ്ദേശപ്രകാരം സർപ്പങ്ങൾ ജലത്തിൽ ഉപ്പ് നീക്കി ബ്രാഹ്മണാദിവാസം സാധ്യമാക്കി. മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത വിധം സർപ്പങ്ങളെ കാവുകൾ ഉണ്ടാക്കി പാർപ്പിച്ച് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ നാടിനും ജനതയ്ക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുമെന്നാണ് വാസുകി അരുളപ്പാട് നൽകി. വാസുകിയുടെ അരുളപ്പാട് യാഥാർത്ഥ്യമാക്കാൻ അനുയോജ്യമായ പ്രദേശം തേടി പരശുരാമൻ ഈ യാത്ര തുടർന്നു. പൂവിട്ട മന്ദാരം കാറ്റിലിളകുന്ന ഒരു കാനന പ്രദേശം കണ്ടെത്തി. ഇവിടമാണ് മന്ദാരശാല. പിന്നീടത് മണ്ണാറശാലയായി മാറി. മൂർത്തിത്രയ രൂപിയായ വാസുകിയെ സർപ്പേക്ഷി, നാഗേഷി എന്നീ പത്നിമാരോടും നാഗചാമുണ്ടി എന്ന സഹോദരിയോടും കൂടി പരിവാരങ്ങളായ നാഗങ്ങളോടും കൂടി ഇവിടെ പ്രതിഷ്ഠിച്ചു. ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ നിന്നും പണ്ഡിതനായ ഒരു ബ്രാഹ്മണനെ പരശുരാമൻ നാഗപൂജയ്ക്കായി നിയോഗിക്കുകയും പൂജാമന്ത്രങ്ങളും ക്രമങ്ങളും കൈമാറുകയും ചെയ്തു.
മണ്ണാറശാല ക്ഷേത്രത്തിന് സമീപം ഈ ബ്രാഹ്മണൻ താമസിച്ചിരുന്ന എരിങ്ങടാപ്പള്ളി ഇല്ലം ഇപ്പോഴുമുണ്ട്. നിലവറയിലെ മുത്തശ്ശനെന്ന് ഇല്ലത്തുള്ളവർ ഭക്ത്യാദരവോടെ വിളിക്കുന്ന നാഗരാജാവിന്റെ അഭീഷ്ട പ്രകാരമാണ് അതാത് കാലത്ത് മൂപ്പുള്ള അമ്മ ഇവിടെ മുഖ്യ പൂജാരിണിയാകാനും കാരണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.